ഹായ് ഓൾ. ഇത് നമ്മുടെ ശ്രീലങ്കൻ ട്രിപ്പിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റിസോർട്ടാണ്. ആക്ച്വലി ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ട് തന്നെയാണ്. നമ്മുടെ ദുബായിൽ വെച്ചിട്ടുള്ള പരിചയമാണ് നമുക്ക്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും കുട്ടിയും ഞങ്ങളിങ്ങനെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ വെൽക്കമിങ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവും, നമുക്ക് എയർപോർട്ടിൽ നിന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പും എല്ലാം ചെയ്തു തന്നു, എല്ലാ അറേഞ്ച്മെൻറ്റ്സും. പിന്നെന്താ, നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യവും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് സബ്സിനാണ്. സബ്സിന് ഭയങ്കര വലിയൊരു താങ്ക്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കും. അപ്പോൾ നല്ലൊരു ബെഡ്റൂമായിരുന്നു നമുക്കിതുപോലെ. ഒരു മെയിൻ ബെഡും പിന്നെ ഒരു ചെറിയ ബെഡും പിന്നെ ബാക്കി ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ആയിപ്പോയി, വണ്ടർ അടിച്ചു പോയി ഞാൻ ശരിക്കും. അടിപൊളിയായിട്ട്. ഇപ്പോൾ എൻ്റെ ഏജൊക്കെ തന്നെ ഉള്ളൂ ആൾക്ക് വന്നാലും നല്ലൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് നല്ലൊരു രീതിയിലത്തെ റിസോർട്ട്. ഇവിടെ എപ്പോഴും ഫുള്ളായിരിക്കും ഈ റിസോർട്ട്. കാരണം ഈ അറുകമ്പ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ശ്രീലങ്കയുടെ തന്നെ സർഫിംഗ് ഏരിയയിൽ ബെസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഫോറിനേഴ്സൊക്കെ സ്ഥിരം ഇവിടെ സീസൺ ടൈമിൽ സർഫിങ്ങിന് ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ സർഫിങ്ങിൻ്റെ ആ ഒരു ടൈം തുടങ്ങുന്ന ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി സീസൺ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റേ തന്നെ കിട്ടിയതില്ല. അതുകൊണ്ടെങ്കിൽ എല്ലാവരും പ്രീ ബുക്ക് ചെയ്ത് പോകുന്ന ടൈമായിരുന്നു. പിന്നെ വാറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ടായിരുന്നു പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇപ്പോൾ ഫോറിനേഴ്സ് കൊണ്ട് നിറയുമായിരുന്നു. നമ്മളും കുറേ ഫോറിനേഴ്സൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ യൂഷ്വലി ഉള്ള പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല ലാൻഡ്സ്കേപ്പും നല്ല ഗ്രീനറിയും എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റിസോർട്ടുകളിൽ വെച്ചൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ അവർക്ക് ഓൺ ഷെഫ് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്ത് തരും അവർ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ അവിടുത്തെ ശ്രീലങ്കൻ മെയിൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു അടിപൊളി ഇതായിരുന്നു. നമ്മൾ നന്നായിട്ട് ശ്രീലങ്കൻ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ കാരണം സബ്സാണ്. ആൻഡ് ഇതൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു.